1989 നവംബർ മാസം 21 അന്നൊരു പ്രഭാതമായിരുന്നു. ബാംഗ്ലൂരിലെ തെരുവുകളിലേക്ക് വെളിച്ചം വീണ് തുടങ്ങുന്നതേയുള്ളൂ. നഗരത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായിട്ടുള്ള ലാൽബാഗിന്റെ ബ്ലാക്ക് ഗേറ്റിലൂടെ ട്രാഫിക് പതിവ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരൊക്കെ തട്ടുകൾ നിരത്തി തുടങ്ങി. ആളുകൾ ജോലിക്കായിട്ട് പോകുന്നുണ്ട്. എല്ലാം വളരെ നോർമലാണ്. എന്നാൽ പെട്ടെന്നാണ് വണ്ടികളുടെ ആ ഒരു ഇരമ്പല് കേൾക്കുന്നത്. ഒരു ഫിയറ്റ് കാർ ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദത്തോടെ പാഞ്ഞു വന്ന് ആ റോഡിന് കുറുകെ നിൽക്കുകയാണ്. വണ്ടിയുടെ രണ്ടു വശത്തും ഓരോ മോട്ടോർ സൈക്കിളുകളുണ്ട്. പിന്നിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അംബാസഡർ കാറും വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടികൾക്ക് നടുവിൽ ഒരാൾ പെട്ടുപോയി. MP ജയരാജ്. ഏകദേശം 10 കൊല്ലത്തോളം ബാംഗ്ലൂരിലെ അധോലോകത്തിനെ അടക്കി ഭരിച്ച ഒരാൾ. അടുത്ത 60 സെക്കൻഡുകൾക്കുള്ളിൽ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളുടെയും ചോരയുടെയും ഇടയിലെ അയാളുടെ ലോകം അവസാനിക്കാൻ പോവുകയാണ്. സിലിക്കൺ വാലി എന്ന് വിളിക്കുന്ന ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത് പട്ടാപകൽ നടന്ന ഈ കൊലപാതകം ബാംഗ്ലൂരിലെ അധോലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. കത്തികളുടെയും വാക്കത്തികളുടെയും കാലം അതോടുകൂടി അവസാനിച്ചു. ഇനി അങ്ങോട്ട് തോക്കുകളുടെ കാലമാണ്. ഈ വലിയ കൊലപാതകം പ്ലാൻ ചെയ്തത്, ഷൂട്ടർമാരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് പഴയൊരു ബാങ്ക് ക്ലർക്കായിരുന്നു, മുത്തപ്പ റായ്. പിന്നീട് സൗത്ത് ഇന്ത്യ മുഴുവൻ പേടിക്കുന്ന വലിയൊരു ഡോണായിട്ട് അയാൾ മാറുകയായിരുന്നു. ഇതൊരു ബാംഗ്ലൂർ അണ്ടർവേൾഡിന്റെ കഥയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് അക്രമവും രാഷ്ട്രീയ പിൻബലവും അതിജീവനമൊക്കെ ചേർന്നിട്ടുള്ള ചോരയിൽ എഴുതിയിട്ടുള്ള ഒരു വലിയ കഥയാണ്. നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. 70കളിലെ ബാംഗ്ലൂർ ഇന്നത്തെ പോലെ ഒരു ടെക് ഹബ്ബൊന്നും ആയിരുന്നില്ല. മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും ഗാർഡനുകളും കുറച്ച് വ്യവസായങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ശാന്തമായിട്ടുള്ള നഗരമായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ എവിടെയോ ചില ഇരുണ്ട കാര്യങ്ങൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അത് ദാരിദ്ര്യം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ ഉണ്ടായതല്ല. ചില രാഷ്ട്രീയക്കാർ ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒന്നായിരുന്നത്. 1974 അന്നത്തെ മുഖ്യമന്ത്രി ദേവരാജ് അരശിനെ ചില പ്രയാസങ്ങൾ നേരിട്ടു. അധികാരം നിലനിർത്താൻ തന്റെ നയങ്ങളെ എതിർക്കുന്ന വലിയ ജാതിക്കാരെയും പണക്കാരെയും ഒതുക്കാൻ അദ്ദേഹത്തിന് കുറച്ച് ആളുകളെ ആവശ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരുമകനായ MD നടരാജ് ഒരു രാഷ്ട്രീയ മസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന്റെ പേര് ഇന്ദിര ബ്രിഗേഡ് എന്നായിരുന്നു. ആ ബ്രിഗേഡിന്റെ ബാംഗ്ലൂർ ചാപ്റ്ററിന് നേതൃത്വം കൊടുത്തത് MP ജയരാജ് ആയിരുന്നു. ഇതിനെ വെറുമൊരു ക്രിമിനൽ ഗ്യാങ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത ഒരു ക്രൈം ഗ്രൂപ്പായിരുന്നു. ദേവരാജ് അരശിനെ വേണ്ടത് എതിരാളികളെ പേടിപ്പിക്കാനും പണം പിരിക്കാനും മീറ്റിങ്ങുകൾ അലങ്കോലപ്പെടുത്താനും ഒക്കെയുള്ള കുറച്ച് ആളുകളെയായിരുന്നു. ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആള് ജയരാജ് തന്നെയായിരുന്നു. വളരെ അംബീഷ്യസ് ആയിരുന്നു അയാൾ, ഒപ്പം വളരെ ക്രൂരനും. ജയരാജിനൊപ്പം തന്നെ മറ്റു 2 പേരും അന്ന് വളരുന്നുണ്ടായിരുന്നു. കോണ്ടാൽ രാമചന്ദ്രയും ഓയിൽ കുമാറും. ഷിമോഗയിൽ നിന്നുള്ള ആളായിരുന്നു കോണ്ടാൽ രാമചന്ദ്ര. 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള ഒരാള്. വാക്കത്തിയും കൊടുവാളുമായിരുന്നു അയാളുടെ ആയുധങ്ങൾ. സത്യത്തിൽ ദേവരാജ് അരശിന്റെ ഡ്രൈവറും ബോഡിഗാർഡുമായിട്ടാണ് അയാൾ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പിന്നീട് ഗാങ്സ്റ്റർ ആയിട്ട് മാറുന്നത്. അയാളുടെ ധൈര്യം നോക്കിയാലും നമ്മൾ അത്ഭുതപ്പെടും. 80കളിൽ വൈറലായുള്ള ഒരു ഫോട്ടോയുണ്ട്. അന്നത്തെ മറ്റൊരു മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഡ്ഗയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന കോടാളിന്റെ ഒരു ഫോട്ടോ. ഒരു ഓപ്പൺ ഹൗസ് പ്രോഗ്രാമിനിടയിലാണ് അയാൾ ഇത് ചെയ്യുന്നത്. പത്രക്കാരൊക്കെ അത് ഫോട്ടോ എടുത്തു. ഒരു മുഖ്യമന്ത്രിയെ കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ടും അവിടെയുള്ളവർക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആ രീതിയിലുള്ള ഒരു പവറായിരുന്നു ആ ഗാങ്സ്റ്റർമാർക്ക് അന്നുണ്ടായിരുന്നത്. സദാശിവ നഗറിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ ബ്യൂട്ടി പാർലറിൽ കയറി അയാൾ ഭീഷണിപ്പെടുത്തി. കാരണം മുഖ്യമന്ത്രി അയാളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ മേത്ത് തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു മെസ്സേജ് ആയിരുന്നു അയാൾ അന്ന് നൽകിയത്. അടുത്തത് ഓയിൽ കുമാർ. 1951 ജനിച്ച ബനഗനഹള്ളി ആലപ്പ ശിവകുമാർ. മായം ചേർത്ത ഓയിൽ കച്ചവടം നിയന്ത്രിച്ചിരുന്നുകൊണ്ടാണ് അയാൾക്ക് ഓയിൽ കുമാർ എന്ന പേര് വന്നത്. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. 80കളുടെ അവസാനമായപ്പോഴേക്കും ഓയിൽ കുമാർ ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിരുന്നു. ലേബർ യൂണിയനുകൾ, ഗാന്ധിനഗറിലെ സിനിമാ വിതരണ കമ്പനി, മണി ലോണ്ടറിങ്, സർക്കാർ കരാറുകൾ, ഇങ്ങനെ അയാൾ തൊടാത്ത മേഖലകളില്ല. 1989 കാലഘട്ടത്തിൽ മാസം തോറും 1 കോടി രൂപയോളമായിരുന്നു അയാളുടെ ചെലവെന്ന് പറയുന്നത്. വരുമാനം എത്രയായിരുന്നെന്നറിയാമോ? ഏകദേശം 3 കോടി രൂപ. ആ കാലത്ത് അത് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ തുകയാണ്. അയാളുടെ നെറ്റ്വർക്ക് റഷ്യയും മിഡിൽ ഈസ്റ്റും കടന്നുപോയിരുന്നു. തന്റെ അവസാന നാളുകളിൽ അയാൾ ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തി. ലാൻഡാണ് ഫ്യൂച്ചർ എന്ന് അയാൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അക്രമം അധികാരം തരും, പക്ഷേ റിയൽ എസ്റ്റേറ്റാണ് വലിയ സമ്പത്ത് നൽകുക എന്ന് അയാൾ തിരിച്ചറിഞ്ഞു.
കുറേ കാലം ഈ 3 പേരായിരുന്നു ബാംഗ്ലൂരിനെ അടക്കി ഭരിച്ചിരുന്നത്. ജയരാജ് സെൻട്രൽ ബാംഗ്ലൂർ നോക്കിയപ്പോൾ കോടാള് നോർത്ത് സൗത്ത് ഭാഗങ്ങൾ നിയന്ത്രിച്ചു. ഓയിൽ കുമാർ എല്ലാത്തിനും ഫണ്ട് കൊടുത്തു. പക്ഷേ ഈ കൂട്ടുകെട്ട് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അവർക്കിടയിൽ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ തുടങ്ങി. ഇതിനിടയിൽ കോടതി വളപ്പിൽ വെച്ചിട്ട് ഒരാളെ ഉപദ്രവിച്ചതിനെ ജയരാജന് 10 കൊല്ലം ജയിൽ ശിക്ഷ കിട്ടി. ജയരാജ് അകത്തായ സമയത്ത് കോടാളും ഓയിൽ കുമാറും അവരുടെ സാമ്രാജ്യങ്ങൾ വലുതാക്കി. ജയരാജ് തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ പല സ്ഥലങ്ങളും ഇവർ പിടിച്ചെടുത്തു എന്നുള്ളത്. പുലിയെ പോലെ നടന്നിരുന്ന ജയരാജന് അത് സഹിക്കാൻ പറ്റിയില്ല. അയാള് കോടാളിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ജയരാജ് അതിനായിട്ട് അഗ്നിശ്രീധർ എന്നൊരു യുവ ഗ്യാങ്സ്റ്ററുടെ സഹായം തേടുകയാണ്. അഗ്നിശ്രീധറിനെ കോടാളിനോട് ഒരു പേഴ്സണൽ വൈരാഗ്യം കൂടിയുണ്ടായിരുന്നു. തൻ്റെ സഹോദരനെ കോടാളിൻ്റെ ആളുകൾ തല്ലിയതിന് പകരം വീട്ടാന് അയാൾ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ജയരാജ് കൂടെ ബച്ചൻ, വരദരാജ നായിക്, സീതാറാം ഷെട്ടി എന്നിവരെയും കൂട്ടി. 1986 മാർച്ച് 22 മുഖ്യമന്ത്രിയുടെ മകളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം പോലീസ് പിന്നാലെ ഉണ്ടായപ്പോൾ കോടാള് തൻ്റെ തുമകുരുവിലെ ഒരു ഫാം ഹൗസിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അവർ അയാളെ അറ്റാക്ക് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം സീതാറാം ഷെട്ടി ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അയാളുടെ തലയിൽ വാക്കത്തി കൊണ്ട് അടിച്ചു, കഴുത്തിലും തലയിലുമൊക്കെ തുരുതുരാ വെട്ടി. അഗ്നിശ്രീധർ തൻ്റെ നുഞ്ചാക്ക് വെച്ചിട്ട് പ്രഹരിച്ചു. ഒരു പ്രതിരോധവും ഇല്ലാതെ കോടാള് അവിടെ മരിച്ചു വീണു. കൊലപാതകം മാത്രമല്ല, ആ ബോഡി കളഞ്ഞ രീതി കേട്ടാൽ നമ്മൾ ഞെട്ടും. ജയരാജ് നേരിട്ട് വന്ന് ബോഡി ഡിസ്പോസ് ചെയ്യാൻ സഹായിച്ചു. കോടാളിന്റെ അസ്ഥികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് കളഞ്ഞു. അന്വേഷണം വഴിതിരിച്ചു വിടാൻ അവിടെ ഒരു പട്ടിയുടെ അസ്ഥികൾ കുഴിച്ചിട്ടു. പോലീസിന് അസ്ഥികൾ കിട്ടിയപ്പോൾ അത് കോടാളിൻ്റെ ആണെന്ന് കരുതിയിട്ട് കേസ് ക്ലോസ് ചെയ്തു. അതൊരു പെർഫെക്റ്റ് ക്രൈം ആയിരുന്നു. കോടാള് മരിച്ചതോടെ ജയരാജ് വീണ്ടും പവർഫുൾ ആയിട്ട് മാറുകയായിരുന്നു. പക്ഷേ യഥാർത്ഥ പവർ ഓയിൽ കുമാറിന്റെ കയ്യിലായിരുന്നു. ആ സമയത്താണ് മുത്തപ്പറായി സീനിലേക്ക് വരുന്നത്. 1952 ദക്ഷിണ കന്നഡയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അയാൾ ജനിച്ചത്. അയാൾ ജനിക്കുമ്പോഴേ ഒരു കുറ്റവാളിയൊന്നും ആയിരുന്നില്ല. നല്ലൊരു ഡിഗ്രിയൊക്കെ ഉള്ള ഒരാൾ. വലിയ ബാങ്കിൽ ഒരു ക്ലർക്കായിട്ടാണ് കരിയർ തുടങ്ങിയത്. അന്ന് ബാങ്കിൽ കയറുമ്പോൾ അയാളുടെ കയ്യിലാകെ 30 രൂപയെ സമ്പാദ്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ജോലി വിട്ട് അയാൾ ബാംഗ്ലൂരിൽ ഒരു ബാറും റെസ്റ്റോറൻറ്റും തുടങ്ങി. ബ്രിഗേഡ് റോഡിൽ ഒമർ ഖയ്യാം എന്നൊരു ക്യാബറ ക്ലബ്ബ് കൂടി അദ്ദേഹം തുറന്നു. ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഗാങ്സ്റ്റർമാർ ശല്യം ചെയ്യാൻ തുടങ്ങി. പണം ചോദിച്ചും പ്രൊട്ടക്ഷൻ ഫീ ചോദിച്ചും അവർ വന്നു. ജയരാജനെയോ കോടാലിനെയോ പോലെ രാഷ്ട്രീയ സ്വാധീനമൊന്നും അന്ന് റായ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. ഈ ഗുണ്ടകൾക്ക് പണം കൊടുക്കുന്നതിന് പകരം താൻ തന്നെ ഒരു ഗുണ്ടയായിട്ട് മാറിയാലോ എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ മുത്തപ്പറായി ഈ അണ്ടർവേൾഡിലേക്ക് ഇറങ്ങിയാണ്. അവിടെ വലിയൊരു അവസരമാണ് അയാൾ കണ്ടത്. ഈ ഗ്യാങ്ങുകളെല്ലാം തമ്മിൽ ഒരു ഐക്യവുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ബാംഗ്ലൂർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും IT കമ്പനികളും റിയൽ എസ്റ്റേറ്റും വലിയ രീതിയിൽ വളരാൻ പോവുകയാണെന്നും അയാൾ മുൻകൂട്ടി കണ്ടിരുന്നു. പഴയ ഗുണ്ടകൾ ഇപ്പോഴും ചെറിയ തല്ലിലും പിടിച്ചുപറിയിലും നടക്കുമ്പോൾ റായ് ചിന്തിച്ചത് വലുതായിട്ടായിരുന്നു. മംഗലാപുരം വഴിയാണ് അയാൾ മുംബൈ അധോലോകമായിട്ട് ബന്ധമുണ്ടാക്കുന്നത്. അമർ ആൽവ എന്നൊരു വലിയ ബിസിനസ്സുകാരനെ റായ് പരിചയപ്പെട്ടു. ആൽവയ്ക്ക് മുംബൈയിലെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങുമായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. ദാവൂദിന്റെ വിശ്വസ്തരായിട്ടുള്ള അശോക് ഷെട്ടിയും ശരത് ഷെട്ടിയും ആൽവയുടെ സുഹൃത്തുക്കളായിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന ഗോൾഡൊക്കെ ഇറക്കാൻ അവർക്ക് ഇയാളുടെ സഹായം വേണമായിരുന്നു. ഈ ഒരു കണക്ഷൻ വഴി റായ്ക്ക് മുംബൈ അണ്ടർവേൾഡിലേക്ക് ഒരു വഴി തുറന്നു കിട്ടി. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അന്ന് വരെ ബാംഗ്ലൂരിലെ ഗുണ്ടകൾക്ക് ഇല്ലാത്ത ഒന്നായിരുന്നു പ്രൊഫഷണൽ ഷൂട്ടർമാരും തോക്കുകളും എന്ന് പറയുന്നത്. അത് റായ്ക്ക് മുംബൈയിൽ നിന്ന് കിട്ടുകയാണ്. 1989 ആയപ്പോഴേക്കും അന്തരീക്ഷം ആകെ പുകഞ്ഞു നിൽക്കുകയായിരുന്നു. ഓയിൽ കുമാറിന് വയസ്സായിട്ട് വരികയാണ്. അയാൾ പതിയെ ഈ അക്രമങ്ങളിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു. കോടാളിനെ കൊന്നതോടെ ജയരാജന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് മാറുകയായിരുന്നു. അത് അയാളുടെ നാശത്തിലേക്കുള്ള തുടക്കമായിരുന്നു. 1989 നവംബർ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് ജയരാജ് 15 ദിവസത്തെ പരോളിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ജയരാജനെ കൊല്ലാൻ നേരത്തെ തന്നെ 2 തവണ ശ്രമം നടന്നിട്ടുണ്ട്. രണ്ടും തല നാരിഴക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. ഒരിക്കൽ മൈസൂർ ജയിലിന്റെ വെളിയിൽ വെച്ചും പിന്നീട് മൈസൂരിലെ കൃഷ്ണ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ടും. ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ റായ് തന്റെ ആളുകളെ തോക്കുമായിട്ട് പറഞ്ഞു വിട്ടു. രാവിലെ 6 മണിക്ക് അവർ റൂമിലേക്ക് ഇരച്ചു കയറി വെടിവെച്ചു. പക്ഷേ ജയരാജ് നല്ല തയ്യാറെടുപ്പിലായിരുന്നു. കട്ടിലിന്റെ അടിയിൽ ബോംബുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തെറിഞ്ഞ് പുകയുണ്ടാക്കി അയാൾ അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയൊരു രക്ഷപ്പെടൽ സാധ്യമല്ലായിരുന്നു. ഈ പരോൾ കാലയളവിൽ തന്നെ മുത്തപ്പ റായ് തന്റെ പ്ലാന് സെറ്റ് ചെയ്ത് വെച്ചു. ഇത്തവണ റായ് നേരിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്.
വീഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. 2 ആഴ്ചയോളം റായ് എല്ലാ ദിവസവും രാവിലെ ജയരാജിന്റെ വീടിന്റെ അടുത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഓടുമായിരുന്നു. എന്തിനാണെന്നറിയോ? അവിടുത്തെ ഭൂപ്രകൃതിയും ആ വഴിയിൽ വെച്ച് എവിടെ വെച്ച് വെടിവെക്കാം എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലാൽബാഗിന്റെ ബ്ലാക്ക് ഗേറ്റ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് അയാൾക്ക് മനസ്സിലായി. ആവശ്യമായിട്ടുള്ള വണ്ടികളും മുംബൈയിൽ നിന്നുള്ള ഷൂട്ടർമാരെയും റെഡിയാക്കി അയാൾ കാത്തിരുന്നു. 1989 നവംബർ 21 രാവിലെ ജയരാജ് തന്റെ അംബാസഡർ കാറിൽ പതിവ് പോലെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോവുകയാണ്. കൂടെ വക്കീൽ വർദ്ധമാനിയും ഉണ്ടായിരുന്നു. ജയരാജിന്റെ അനിയൻ ഉമേഷാണ് വണ്ടി ഓടിക്കുന്നത്. ലാൽബാഗ് ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ഫീറ്റ് കാർ വന്ന് മുമ്പിൽ നിന്നു. ബൈക്കുകൾ വശങ്ങളിൽ നിന്നു. ചുറ്റും തോക്കുകളുമായിട്ട് ആളുകൾ. മുത്തപ്പറ ആയിരുന്നു മുമ്പിൽ. അവർ യാതൊരു ദയവുമില്ലാതെ വെടിവെച്ച് തുടങ്ങി. വക്കീലിനെ ആദ്യം വെടിയേറ്റു. പരിഭ്രാന്തനായിട്ടുള്ള ജയരാജ് ആ വക്കീലിന്റെ ബോഡി തനിക്ക് മുകളിലേക്ക് വലിച്ചിട്ടു. ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചു. രക്ഷപ്പെടാൻ നോക്കുകയാണ്. ബോംബുകൾ എറിഞ്ഞ് പുകയുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അയാളുടെ ശരീരത്തിലെ വെടിയുണ്ടകൾ തറച്ചു കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂരിനെ അടക്കി ഭരിച്ച ആ പുലി അവിടെ അവസാനിച്ചു. ഷൂട്ടർമാർ വണ്ടി ഓടിച്ച് രക്ഷപ്പെടുകയാണ്. ജയരാജിന്റെ അനിയൻ ഉമേഷ് മാത്രമാണ് അവിടെ ജീവനോടെ ബാക്കിയായത്. ബാംഗ്ലൂർ നഗരം ആദ്യമായിട്ടാണ് വെടിയൊച്ച കേട്ട് ഉണരുന്നത്. മുത്തപ്പറായി ഒറ്റ രാത്രി കൊണ്ട് ബാംഗ്ലൂരിന്റെ ഗോഡ് ഫാദറായിട്ട് മാറി. പക്ഷേ എല്ലാവരും അയാളെ അംഗീകരിച്ചില്ല. ലോക്കൽ ഗുണ്ടകൾക്ക് അയാളുടെ എതിർപ്പായിരുന്നു. മുത്തപ്പറായി ഒരു വരത്തനാണല്ലോ എന്നതായിരുന്നു അവരുടെ പ്രശ്നം. ജയരാജിനെ പോലെ അയാൾക്ക് വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ടും അന്നുണ്ടായിരുന്നില്ല. റായ് പ്ലാൻ മാറ്റാൻ തീരുമാനിച്ചു. ഇനി തന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരാൾ ഓയിൽ കുമാറാണെന്ന് അയാൾക്ക് മനസ്സിലായി. 1 കൊല്ലം തികയുന്നതിന് മുമ്പ്, അതായത് 1990 നവംബറിൽ ഓയിൽ കുമാറും സദാശിവനഗറിലെ തന്റെ ഫ്ളാറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു. അത് റായ് ചെയ്തതാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതോടുകൂടി മുത്തപ്പ റായിയെ എതിർക്കാൻ ആരും ഇല്ലാതായി എന്ന് വേണം പറയാൻ. പഴയ ഗാങ്സ്റ്റർമാരെ പോലെയല്ല മുത്തപ്പ റായ്. അയാൾ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. സ്വർണവും ക്രിസ്റ്റൽ വിളക്കുകളുമൊക്കെയുള്ള വലിയൊരു കൊട്ടാരം പോലെയുള്ള വീട്ടിലായിരുന്നു അയാളുടെ താമസം. 50ഓളം കാറുകളുണ്ടായിരുന്നു. AK-47 വെടിയുണ്ടകളെ വരെ ചെറുക്കുന്ന ഒരു ലാൻഡ് ക്രൂയിസർ വരെ അയാൾ അന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ വെട്ടിച്ചാണ് അയാൾ ആ വണ്ടി വാങ്ങിയത്. ബിദാദിയിലുള്ള അയാളുടെ വീട് ഒരു കോട്ട പോലെയായിരുന്നു. 24 മണിക്കൂറും സായുധരായിട്ടുള്ള ബോഡി ഗാർഡുകൾ അവിടെ കാവലുണ്ടായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ താൻ ആരെയും വിശ്വസിക്കുന്നില്ല എന്ന് അയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തോക്കുകൊണ്ട് മാത്രം അധികാരം നിലനിർത്താൻ പറ്റില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾക്ക് അംഗീകാരങ്ങൾ വേണമായിരുന്നു. 2008 അയാൾ ജയ കർണാടക എന്നൊരു NGO തുടങ്ങുകയാണ്. പാവങ്ങളെ സഹായിക്കാനാണ് ഇതെന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഇതിലൂടെ അയാൾ ഭക്ഷണവും വിദ്യാഭ്യാസവും മരുന്നും ഒക്കെ നൽകിയിട്ട് ആളുകളുടെ ഇടയിൽ ഒരു രക്ഷകനായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ അയാൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും മറ്റും ഡയറക്ടറായിട്ട് മാറുന്നുണ്ട്. കർണാടക അത്ലറ്റിക് അസോസിയേഷന്റെ ചെയർമാൻ വരെയുമായിട്ട് അയാൾ മാറിയിട്ടുണ്ട്. പഴയൊരു ക്രിമിനലിന്റെ ലേബൽ മാറ്റിയിട്ട് അയാളൊരു ബിസിനസ്സുകാരനായിട്ട് മാറി. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് അയാൾ വളർന്നു. എന്നാലും ഉള്ളിലുള്ള അക്രമം പൂർണ്ണമായിട്ടും മാറിയിരുന്നില്ല. 2001 സുബ്ബരാജ് എന്നൊരു റിയൽ എസ്റ്റേറ്റുകാരൻ കൊല്ലപ്പെട്ടു. മുംബൈ ഷൂട്ടർമാരാണ് അത് ചെയ്തത്. ഇതിന്റെ പിന്നിലും റായ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ കോടതിയിൽ തെളിവില്ലാത്തതിനാൽ അയാൾ ഊരിപ്പോന്നു. അതായിരുന്നു മുത്തപ്പ റായിയുടെ രീതി എന്ന് പറയുന്നത്. അറസ്റ്റ് നടക്കും, പക്ഷേ തെളിവുണ്ടാകില്ല. 1996 റായിയെ കൊല്ലാൻ ഒരു ശ്രമം കൂടി നടന്നു. കോടതിയിൽ ഹിയറിങ്ങിനായിട്ട് വന്നപ്പോൾ വക്കീലിന്റെ വേഷത്തിൽ വന്ന ഒരാൾ അയാളെ വെടിവെച്ചു. 5 വെടിയുണ്ടകളാണ് അന്ന് ശരീരത്തിൽ തറച്ചത്. അയാൾ മരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അയാൾക്ക് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ആശുപത്രിയിൽ പോകുമ്പോഴും അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നു. പിന്നീട് 2 കൊല്ലം കൊണ്ട് അയാൾ പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ചവർ പിന്നീട് അധികകാലം ജീവിച്ചിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം. തൻ്റെ മേൽ കേസുകൾ കൂടുമെന്ന് കണ്ടപ്പോൾ റായ് ദുബായിലേക്ക് കടന്നു. അവിടെ ദാവൂദിന്റെ ഗ്രൂപ്പുമായിട്ട് അയാൾ കൂടുതൽ അടുക്കുകയാണ്. ശരത് ഷെട്ടി എന്ന വലിയൊരു ബിസിനസ്സുകാരൻ വഴിയാണ് റായ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ശരത് ഷെട്ടി വലിയൊരു ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു. ക്രിക്കറ്റ് താരങ്ങളുമായിട്ടൊക്കെ അയാൾക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദാവൂദിന്റെ ശത്രുക്കൾ ദുബായിൽ വെച്ചിട്ട് ശരത് ഷെട്ടിയെ വെടിവെച്ചു കൊന്നു. 2002 മുത്തപ്പ റായിയെ ദുബായ് പോലീസ് പിടികൂടി ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. CBIയും ഇന്റലിജൻസും ഒക്കെ അയാളെ ചോദ്യം ചെയ്തു. ദാവൂദുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പായിരുന്നിട്ടും തെളിവുകളുടെ അഭാവം അയാളെ വീണ്ടും സ്വതന്ത്രനാക്കി. ബാംഗ്ലൂർ നഗരം മാറുകയായിരുന്നു. പഴയ ഗുണ്ടകളുടെ കാലം പോയി. പോലീസ് ശക്തമായി.
ഇൻസ്പെക്ടർ SK ഉമേഷിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ രംഗത്ത് വന്നതോടെ ഗാങ്സ്റ്റർമാർക്ക് നിൽക്കക്കളിയില്ലാതെ ഉമേഷ് തന്റെ കരിയറിലെ നിരവധി കുറ്റവാളികളെ വെടിവെച്ചു കൊന്നു. അണ്ടർവേൾഡ് പതിയെ തകരാൻ തുടങ്ങി. പക്ഷെ റിയൽ എസ്റ്റേറ്റ് എന്ന വലിയ നിഴൽ ലോകം അവിടെ സജീവമായിരുന്നു. IT ബൂം വന്നതോടെ ഭൂമിയുടെ വില കുതിച്ചുയർന്നു. സ്ഥലത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന രീതിയായി. ഇതിനെ ജിഗയ എന്ന് വിളിക്കാം. അതായത് ഒരു സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാത്ത വാടകക്കാരെ പേടിപ്പിച്ച് പുറത്താക്കുന്ന രീതി. വീടിന്റെ മുന്നിൽ മാലിന്യം തള്ളുക, രാത്രിയിൽ കോൾ ചെയ്ത് പേടിപ്പിക്കുക, അവസാനം വീട് കത്തിക്കുക. ഇതൊക്കെ വലിയൊരു മാഫിയായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മുത്തപ്പറായുടെ ആരോഗ്യവും ക്ഷയിച്ചു തുടങ്ങി. 2020 തനിക്ക് ബ്രെയിൻ ക്യാൻസർ ആണെന്ന് അയാൾ പരസ്യമായിട്ട് അറിയിച്ചു. മരണം തന്നെ പേടിപ്പിക്കുന്നില്ല എന്നും 5 വെടിയുണ്ടകളെ അതിജീവിച്ച താൻ ഇതും നേരിടും എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ 2020 മെയ് 15 ആ ഗോഡ് ഫാദർ മരിച്ചു പോവുകയാണ്. 6000-ഓളം ആളുകളാണ് അയാളുടെ ശവസംസ്കാരത്തിന് എത്തിയത്. ഒരു ക്രിമിനൽ എന്ന് പലരും വിളിച്ചിട്ടും ഇത്രയും ആളുകൾ വന്നത് റായ് അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് കാരണമാണ്. മുത്തപ്പറായി മരിച്ചെങ്കിലും ആ തണലിൽ വളർന്നവർക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. 2025 അയാളുടെ മകൻ റിക്കി റായിയെ കൊല്ലാൻ ബിദാദിയിൽ വെച്ച് ഒരു ശ്രമം നടന്നു. പ്രൊഫഷണൽ ഷൂട്ടർമാരാണ് അത് ചെയ്തത്. റിക്കി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിനു പിന്നിൽ റായുടെ രണ്ടാമത്തെ ഭാര്യ അനുരാധ ഉൾപ്പെടെയുള്ള ആളുകളാണെന്നാണ് പോലീസ് പറയുന്നത്. റായുടെ 2000 കോടിയുടെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കമാണ് ഇതിന് കാരണം. ആ സാമ്രാജ്യം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഇന്ന് ഒരു സിലിക്കൺ വാലിയാണ്. മൾട്ടിനാഷണൽ കമ്പനികൾ അവിടെ വളരുന്നുണ്ട്. പക്ഷേ ആ പഴയ അധോലോകത്തിന്റെ നിഴലുകൾ ഇപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട്. അത് പണ്ടത്തെ പോലെ തോക്കെടുത്ത് നടക്കുകയല്ല. ഇപ്പോൾ അതൊരു സൈബർ ക്രൈം വഴിയും ബിനാമി ബിസിനസ് വഴിയുമൊക്കെയാണ് നടക്കുന്നത്. രൂപങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്രൂരമായിട്ടുള്ള ലോകം ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ക്രിമിനലുകളും തമ്മിലുള്ള ആ ബന്ധം പൂർണ്ണമായിട്ട് അറ്റുപോകാൻ പ്രയാസമാണ്. മുത്തപ്പറായി വിജയ ബാങ്കിൽ ചേരുമ്പോൾ 30 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. മരിക്കുമ്പോൾ 30,000 കോടിയുടെ സാമ്രാജ്യമാണ് അയാൾ ഉണ്ടാക്കിയെടുത്തതെന്നാണ് പറയുന്നത്. പണം വന്നു ചേർന്നു, അധികാരം കിട്ടി. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അയാൾ തന്നെ പറഞ്ഞു, എനിക്ക് ആരെയും വിശ്വാസമില്ലെന്ന്. അതാണ് അധോലോകത്തിന്റെ ഫലം എന്ന് പറയുന്നത്. എത്ര വലിയ പവർ ഉണ്ടെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. കുടുംബാംഗങ്ങൾ പോലും പരസ്പരം കൊല്ലാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ്. അന്ന് 70കളിൽ തുടങ്ങി മുത്തപ്പറായുടെ മകനെ വരെ വെടിവെക്കുന്ന 2025 വരെയുള്ള ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അക്രമം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പുതിയ രൂപങ്ങൾ തേടിക്കൊണ്ടിരിക്കാം. അത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആകാം, ചിലപ്പോൾ രാഷ്ട്രീയമാകാം. ബാംഗ്ലൂർ എന്ന നഗരത്തിന്റെ വളർച്ചയുടെ കൂടെ തന്നെ ഉണ്ടായ ആ ഒരു കറുത്ത ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരു പാഠമായിട്ട് നിൽക്കുന്നുണ്ട്. അധികാരവും പണവും എത്ര ഉണ്ടെങ്കിലും അതിജീവനം എന്ന വലിയ പോരാട്ടം എന്നും അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ബാംഗ്ലൂർ ഇനിയും മാറുമായിരിക്കും. പക്ഷേ അതിൻ്റെ ചരിത്രത്തിൽ മുത്തപ്പറായിയെയും ജയരാജനെയും പോലെയുള്ള ആളുകൾ ഒരു വലിയ ചോരപ്പാടായി തന്നെ അവശേഷിക്കും. ഇതാണ് ബാംഗ്ലൂർ അണ്ടർവേൾഡിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്.